തൃശൂർ പെരിഞ്ഞനത്ത് വെള്ളക്കെട്ടിന് കാരണം അശാസ്ത്രീയമായ ദേശീയപാത നിർമ്മാണമെന്ന ആരോപണവുമായി നാട്ടുകാർ. നിർമ്മാണം നടക്കുന്ന സ്ഥലത്തൂടെ കടന്നുപോകുന്ന തോടിന്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തി. 30ഓളം കുടുംബങ്ങളാണ് ഒറ്റ രാത്രി പെയ്ത മഴയിൽ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറിയത്. ഈ തവണ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോഴേക്കും ഞങ്ങൾ ക്യാമ്പിലേക്ക് തന്നെ നടക്കേണ്ടി വരുന്നതാണ് സാധ്യത കാണുന്നത്. ഇതുവരെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. മഴ കൂടിയിട്ടും ഇത്രയും വലിയ പ്രളയം വന്നിട്ടും ഞങ്ങൾക്ക് പോകേണ്ടി വന്നിട്ടില്ല. ഈ തവണ ഒരു മഴ പെയ്തപ്പോഴേക്കും ഇങ്ങനെ പോകേണ്ടി വന്നത്. ജനങ്ങളെ ഈ ആശങ്കയിലേക്ക് എത്തിച്ചത് ദേശീയപാതാ നിർമ്മാണത്തിന്റെ ഭാഗമായി ഇതുവഴി കടന്നുപോയിരുന്ന തോടിന്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തിയതോടെയാണ്. തോടിന്റെ സ്വാഭാവികമായ ഒഴുക്ക് തടസ്സപ്പെടുത്തിയാണ് കാന നിർമ്മിച്ചത്. വെള്ളത്തിന് ഒഴുകാൻ വഴിയില്ലാതെ വന്നതോടെ സമീപത്തെ വീടുകളിലേക്ക് കയറി. ഞാൻ ഒരു 38 വർഷമായിരുന്നു നമ്മുടെ വീട്ടിൽ വന്നിട്ട്. അന്ന് ഇവിടെ ഒരു തുള്ളി ഈ 19 വെള്ളപ്പൊക്കം വന്നപ്പോൾ ഞങ്ങളുടെ ഉമ്മറത്തും കൂടി ഒരു തുള്ളി വെള്ളം വന്നിട്ടില്ല. ഈ കാണുന്ന തോടുണ്ടല്ല, ആ തോട്ടിൽ കൂടെ വന്നിട്ട് ഇതിലേ വന്നിട്ട് ആ കാണുന്ന ഇതിൽ വെള്ളം പോയിരുന്നത്. അത് ഈ ഹൈവേക്കാർ വന്നിട്ട് ഇവിടെ നശിപ്പിച്ച്. ഇവിടെ മാത്രം ഒതുങ്ങുന്നില്ല ഈ പ്രശ്നം. പെരിഞ്ഞനം പഞ്ചായത്തിലൂടെ ഹൈവേ കടന്നു പോകുന്ന പല പ്രദേശത്തും തോടുകളുടെ സ്വാഭാവികമായ ഒഴുക്ക് തടസ്സപ്പെട്ട് വെള്ളക്കെട്ടുകൾ രൂപപ്പെടുന്നുണ്ട്. ഈ റോഡ് ക്രോസുള്ള തോട് മൂടി MLA, പഞ്ചായത്ത് പ്രസിഡന്റ്, വാർഡ് മെമ്പറൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് അവർ അതോറിറ്റിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അത് പൊളിച്ച്. ആ പൊളിച്ചുകൊണ്ട് ഒരു കാര്യമില്ല. നമ്മൾ ഈ വെള്ളം ഇങ്ങോട്ട് വരാനുള്ള ഗ്യാപ്പ് ഇടാണ്ട് അവിടുത്തെ വെള്ളം ഒഴുകൂല. അഴുക്കുവെള്ളം വീടുകളിലേക്ക് കയറിയതോടെ രോഗങ്ങൾ പടർന്നു പിടിക്കുമോ എന്ന ആശങ്കയും ജനങ്ങൾക്കുണ്ട്. കെട്ടിക്കിടക്കണ വെള്ളം, കുറെ വേസ്റ്റും സാധനങ്ങളൊക്കെ ഉള്ള വെള്ളമാണ് മൊത്തം വീടുകളിൽ കയറിയിട്ടുണ്ട്. പിള്ളേർക്കൊക്കെ അസുഖുറപ്പാണ്, വലിയവർക്കും അസുഖുറപ്പാണ്. റോഡ് പണിയുടെ നിർമ്മാണം പൂർത്തിയായാൽ പിന്നെ ഒന്നും ചെയ്യാനാവില്ല എന്ന് ഇവർക്കറിയാം. അതുകൊണ്ട് തന്നെ പ്രശ്നത്തിൽ ഉടൻ ഇടപെടൽ ഉണ്ടാവണം. തോടിന്റെ സ്വാഭാവികമായ ഒഴുക്ക് തടസ്സപ്പെടാത്ത വിധം റോഡ് പണി പൂർത്തിയാക്കണം എന്നാണ് ഇവരുടെ ആവശ്യം. മണികണ്ഠനൊപ്പം അഖിൽ കെ, മീഡിയ 1, തൃശൂർ. എണ്ണിപ്പറയും ഓരോ വോട്ടും. ജൂൺ 4 മീഡിയ 1-നൊപ്പം.